നമസ്കാരം. രാഷ്ട്രീയ കേരളം എപ്പോഴും പുതിയ ചരിത്രങ്ങളും പുതിയ ശൈലികളും എഴുതി ചേർക്കുന്ന ഒന്നാണ്. ഒരു കാലത്ത് നമ്മൾ കണ്ട ഭരണാധികാരികളുടെ ശൈലികളല്ല ഇന്ന് നാം കാണുന്നത്. പക്ഷേ മാറ്റം പ്രകൃതി നിയമമാണ് എന്ന് പറയാറുണ്ട്. ഭരണരംഗത്ത് ആ മാറ്റം ജനങ്ങൾക്ക് അനുകൂലമാകുമ്പോഴാണ് ജനാധിപത്യം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. കുറച്ചു കാലം മുൻപ് വരെ നമ്മൾ കണ്ടത് ഒരു പ്രത്യേക തരത്തിലുള്ള ഭരണ ശൈലിയാണ്. കടക്കുപുറത്ത് എന്ന് മാധ്യമങ്ങളോട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ആ കാലഘട്ടം. ഇരുമ്പ് മറയ്ക്കുള്ളിലെ ഭരണമെന്ന് പലരും വിശേഷിപ്പിച്ച കടുത്ത പ്രോട്ടോകോളുകളും വൻ സുരക്ഷാ സന്നാഹങ്ങളും ജനങ്ങളിൽ നിന്ന് ഒരു അകലം പാലിച്ചുകൊണ്ടുള്ളതുമായ ഒരു ഗൗരവമേറിയ ശൈലി. തെറ്റാണെന്നോ ശരിയാണെന്നോ പറയുന്നതിനപ്പുറം സാധാരണക്കാരന് മുഖ്യമന്ത്രി എന്ന പദത്തിലേക്ക് എത്തി നോക്കാൻ പോലും ഭയമായിരുന്നുവെന്ന്. എന്നാൽ ഇന്ന് കോട്ടമതിലുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു. കനത്ത സുരക്ഷാവേലികളില്ലാതെ, പ്രോട്ടോകോൾ ജാടകളില്ലാതെ സാധാരണക്കാരന്റെ തോളിൽ കൈ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് കേരളം കാണുന്നത്. അതാണ് VD സതീശൻ. അധികാരത്തിന്റെ കസേരയിലിരുന്ന് ഭരിക്കുന്നവനല്ല, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് അവർക്കൊപ്പം ജീവിച്ച് ഭരിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ് എന്ന് അദ്ദേഹം ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് കേരളം ഒരൊറ്റ സ്വരത്തിൽ പറയുന്നത്, ഇതാണ് നമ്മൾ കാത്തിരുന്ന ദ ബെസ്റ്റ് ചീഫ് മിനിസ്റ്റർ. അധികാരമേറ്റെടുത്തുടൻ തന്നെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ധീരമായ തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കിലോമീറ്ററുകളോളം നീണ്ട വാഹന അകമ്പടികളും നൂറുകണക്കിന് പോലീസുകാരുടെ സുരക്ഷാ വേലിയും കാണാമായിരുന്നു. ഇതുകാരണം സാധാരണ ജനങ്ങൾ റോഡിൽ മണിക്കൂറുകളോളം കാത്തുകിടക്കേണ്ട ദുരവസ്ഥ നമുക്കറിയാവുന്നതുമാണ്. എന്നാൽ മുഖ്യമന്ത്രി കസേരയിലെത്തിയ VD സതീശൻ ആദ്യം ചെയ്തത് തന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം പകുതിയിലധികമായി വെട്ടിച്ചുരുക്കുകയായിരുന്നു. തനിക്ക് ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ ഇത്രയും വലിയ വണ്ടികളുടെ പടയോട്ടമൊന്നും ആവശ്യമില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ജനങ്ങളെ ഭയക്കുന്നവനല്ല ഭരണാധികാരി. സാധാരണക്കാരുടെ നികുതിപ്പണം ധൂർത്തടിച്ച പാതയോരങ്ങളിൽ ജനങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഒരു രാജകീയ സുരക്ഷ തനിക്ക് വേണ്ട. ജനങ്ങൾക്കിടയിലാണ് എന്റെ സുരക്ഷ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന VIP സംസ്കാരത്തിന് അറുതി വരുത്താൻ അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സ് തന്നെയാണ് VD സതീശനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അധികാരത്തിന്റെ തണലിൽ ജനങ്ങളെ അകറ്റി നിർത്താനല്ല, മറിച്ച് ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. 99 സീറ്റുകളുടെ വൻ ഭൂരിപക്ഷവും സ്വന്തം മുഖ്യമന്ത്രിയും സ്പീക്കറും ഉണ്ടായിരുന്നിട്ടും വെറും 41 അംഗങ്ങളുമായി പ്രതിപക്ഷത്തിരുന്ന VD സതീശനെ നേരിടാൻ അവർക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് സ്പീക്കറുടെ പിന്തുണയും 102 അംഗങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷവുമുള്ള സാക്ഷാൽ VD സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ പ്രതിപക്ഷം അദ്ദേഹത്തെ എങ്ങനെ നേരിടുമെന്ന ചോദ്യം വലിയൊരു ചോദ്യം തന്നെയാണ്. സതീശൻ എന്ന കമ്മ്യൂണിക്കേറ്റർ. VD സതീശന്റെ ഏറ്റവും വലിയ ആയുധം അദ്ദേഹത്തിന്റെ ആശയവിനിമയ ശേഷിയും തികഞ്ഞ സംവാദ പരിജ്ഞാനവുമാണ്. പ്രതിപക്ഷം എത്ര തയ്യാറെടുപ്പുകളോടെ വന്നാലും സഭയിൽ അദ്ദേഹത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമൊന്നുമല്ല. പുതിയ നിയമസഭയുടെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ തന്നെ അതിന് തെളിവാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് 10 മടങ്ങ് പ്രഹരശേഷിയിലാണ് ഭരണപക്ഷം മറുപടി നൽകുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സഭയിൽ ഭരണപക്ഷത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് പ്രകടമാകുന്നത്. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ പോരായ്മ മികച്ച കമ്മ്യൂണിക്കേറ്റർമാർ, അതായത് ആശയം കൃത്യമായി പറഞ്ഞു ഫലിപ്പിക്കാനുള്ളവരുടെ അഭാവമാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കെൽപ്പുള്ള നേതാക്കൾ ഇന്ന് പ്രതിപക്ഷത്ത് വിരളമാണ്. കേവലം അച്ചടി ഭാഷയിൽ പ്രസംഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. പറയുന്നത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടണം. അവിടെയാണ് VD സതീശൻ സ്കോർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനങ്ങളുമായി വളരെ വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ പ്രതിപക്ഷത്തിന് ആ കഴിവ് പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഓഫ് കോഴ്സ് പിണറായി വിജയൻ ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ തന്നെയാണ്, എഗ്രീഡ്. പക്ഷേ ആരായിരിക്കണം ഒരു പ്രതിപക്ഷ നേതാവ്? എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത്? ഭരണപക്ഷത്തിനെതിരെ നിരന്തരം പോരാടാനും ആക്രമണോത്സുകതയോടെ സഭയിൽ നിറഞ്ഞു നിൽക്കാനും കഴിയുന്ന ഒരാളായിരിക്കണം പ്രതിപക്ഷ നേതാവ്. ഇവിടെ പിണറായി വിജയൻ എന്ന ഒരു മികച്ച സഖാവിനെ കുറച്ചു കാണുകയല്ല, എന്നാൽ പ്രായാധിക്യം ഒരു വിഷയം തന്നെയാണ്. ഇനി KN ബാലഗോപാലിന്റെ കാര്യം എടുത്താലോ? അദ്ദേഹം പറയുന്നത് സാധാരണക്കാർക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്നത് മറ്റൊരു ചോദ്യമാണ്. ചുരുക്കത്തിൽ ഭരണപക്ഷത്തെ ശക്തമായി നേരിടാൻ പ്രാപ്തിയുള്ള നേതാക്കളുടെ വലിയൊരു കുറവ് പ്രതിപക്ഷ നിരയിലുണ്ട് എന്ന് സാരം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് VD സതീശൻ പറയുന്ന ആ വാക്കുകളിൽ ഒരു യഥാർത്ഥ ഭരണാധികാരിയുടെ പക്വതയുണ്ട്. എനിക്ക് മുൻപ് ഭരിച്ചവർ സുരക്ഷ കൂട്ടിയതിനെ കുറിച്ചോ അവരുടെ ശൈലിയെക്കുറിച്ചോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മറ്റ് സർക്കാരുകളുടെ വീഴ്ചകൾ വിളിച്ചു പറഞ്ഞ് കയ്യടി നേടേണ്ട ആവശ്യവുമില്ല. ഇത് എന്റെ വ്യക്തിപരമായ തീരുമാനമാണ്.
എനിക്ക് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ യാതൊരു ഭയവുമില്ല. എന്നെ തിരഞ്ഞെടുത്തത് ഈ നാട്ടിലെ സാധാരണക്കാരാണ്. അവർക്കിടയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തിനാണ് ഭയം? അതുകൊണ്ട് സുരക്ഷയും ആഡംബരങ്ങളും എനിക്ക് വേണ്ടെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഇങ്ങനെയാണ് സതീശൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു മുഖ്യമന്ത്രി ജനകീയനാകുന്നത് പുറത്തു മാത്രമല്ല, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കുള്ളിലും കൂടിയാണ്. മുൻപ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷ ഹുങ്കിൽ പ്രതിപക്ഷത്തെയും ജനങ്ങളുടെയും ചോദ്യങ്ങളെ ഒച്ചപ്പാടുകൊണ്ട് അടിച്ചമർത്തുന്ന ഒരു ശൈലി. എന്നാൽ വി ഡി സതീശൻ സഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിത്രമങ്ങ് മാറാറുമുണ്ട്. അതൊരു ഒന്നൊന്നര സിനിമാറ്റിക് മാസ് എൻട്രി തന്നെയാണ്. വാക്കുകൾ കൊണ്ടുള്ള വെടിക്കെട്ടാണ് സഭയിൽ അദ്ദേഹം നടത്താറുള്ളത്. വെറും ബഹളം വെക്കുകയല്ല, മറിച്ച് കൃത്യമായ കണക്കുകൾ, തീയതികൾ, ഫയൽ നമ്പറുകൾ സഹിതം മേശപ്പുറത്ത് വെച്ചാണ് അദ്ദേഹം സംസാരിക്കുക. മുൻ ഭരണകൂടത്തിന്റെ കാലത്ത് അഴിമതിയും വീഴ്ചകളും ഉണ്ടായപ്പോൾ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച, എന്നാൽ ചോദിക്കാൻ ഭയന്ന പല ചോദ്യങ്ങളും സഭയുടെ നടുത്തളത്തിൽ വി ഡി സതീശൻ മുഴക്കിയത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മുൻ സർക്കാരിന്റെ കാലത്തെ വിദേശ യാത്രകളെ കുറിച്ചും പ്രവാസി ഫണ്ടുകളെ കുറിച്ചും നിയമസഭയിൽ ഉയർന്ന ചോദ്യം ഓർമ്മയില്ലേ? പ്രതിപക്ഷം ബഹളം വെക്കാൻ നോക്കിയപ്പോൾ കൈ ചൂണ്ടിക്കൊണ്ട് സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട്: നിങ്ങൾ തന്ന കണക്കുകൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കണക്കുകൾ തെറ്റാണെന്ന് പറയാൻ അപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്ക്, ഞാൻ ഇപ്പോൾ ഈ സീറ്റിലിരിക്കാം. ആ ഒരൊറ്റ ചോദ്യത്തിൽ സഭ ഒന്നടങ്കം നിശബ്ദമായി. അപ്പുറത്തിരിക്കുന്ന മുതിർന്ന നേതാക്കൾക്ക് പോലും മറുപടിയില്ലാതെ തല താഴ്ത്തേണ്ടി വന്നു. സിനിമയിൽ നായകൻ വില്ലന്മാരുടെ വായടപ്പിക്കുന്നത് പോലെയുള്ള ഒരു പഞ്ച് ഡയലോഗ് ജനങ്ങൾ നെഞ്ചിലേറ്റിയതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം വെറും ഒരു ഡയലോഗ് മാത്രമായിരുന്നില്ല അത്. ജനങ്ങളുടെ നികുതി പണത്തെക്കുറിച്ചുള്ള കൃത്യമായ ചോദ്യമായിരുന്നു. കേരളയിൽ ഉൾപ്പെടെയുള്ള വിവാദ പദ്ധതികളിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ മുൻ സർക്കാർ ശ്രമിച്ചപ്പോൾ ജനങ്ങൾക്കൊപ്പം സമരപ്പന്തലിൽ വന്നിരുന്ന അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളും പ്രസക്തം തന്നെയാണ്. സഭയിൽ ഭരണപക്ഷത്തെ ഒരു പ്രമുഖ നേതാവ് അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ നോക്കിയപ്പോൾ സതീശൻ തിരിച്ചു പറഞ്ഞ മറുപടി സോഷ്യൽ മീഡിയയിൽ ഇന്നും തരംഗമാണ്. എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ ഈ സഭയിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇല്ലാതൊന്നുമാകില്ല. എന്റെ വായടപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെയാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ട് മതി നിങ്ങളുടെ ഈ വ്യക്തിഹത്യ. വിമർശിക്കാൻ വരുന്നവർക്ക് രാഷ്ട്രീയ മറുപടി കൊടുക്കാനും അതേസമയം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചു നിൽക്കാനും അദ്ദേഹം കാണിക്കുന്ന ഈ ആർജവം തന്നെയാണ് ശത്രുക്കളെ പോലും നിശബ്ദരാക്കുന്നത്. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി വികസനം തടസ്സപ്പെടുത്തുന്നവർക്ക് മുൻപിൽ അദ്ദേഹം ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അതിലും വലിയൊരു മാസ് പ്രകടനമായിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക ധൂർത്തും കെടുകാര്യസ്ഥതയും ജനങ്ങൾക്ക് മുൻപിൽ തുറന്നുകാട്ടാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ ധനകാര്യ ധവളപത്രം സമർപ്പിച്ച നിമിഷം 6000 കോടി രൂപ ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് തങ്ങൾ അധികാരമൊഴിഞ്ഞത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നോക്കിയ മുൻ ഭരണാധികാരികളുടെയും ധനമന്ത്രിയുടെയും വാദങ്ങളെയാണ് മുഖ്യമന്ത്രി അന്ന് അക്കങ്ങൾ നിരത്തി പൊളിച്ചടുക്കിയത്. സഭയിൽ ധവളപത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ ബെഞ്ചുകളിലേക്ക് നോക്കി വി ഡി സതീശൻ സിനിമാ സ്റ്റൈലിൽ തൊടുത്തുവിട്ട ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഈ 6000 കോടി രൂപയുടെ കണക്കുണ്ടല്ലോ, അത് കേട്ട് കൈയടിക്കാൻ കൊള്ളാം. പക്ഷേ അതിന്റെ സത്യാവസ്ഥ ഈ ധവളപത്രത്തിലുണ്ട്. കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക 12000 കോടി, ക്ഷേമ പെൻഷൻ ഇനത്തിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത് 4000 കോടി, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക 5000 കോടി. ചുരുക്കത്തിൽ 20000 കോടിയിലധികം രൂപയുടെ ബാധ്യതകൾ പുറകിൽ പൂഴ്ത്തിവെച്ചിട്ടാണ് നിങ്ങൾ 6000 കോടി രൂപയുടെ പൊള്ളയായ കണക്ക് വിളിച്ചു പറയുന്നത്. സ്വന്തം വീട്ടിൽ മാസാമാസം ഉണ്ടാകുന്ന കടങ്ങൾ വീട്ടാതെ കയ്യിൽ ഉള്ള പൈസ, അതായത് കിട്ടിയ ശമ്പളം കയ്യിലുണ്ട് എന്ന് പോക്കറ്റിൽ തൊട്ടു കാണിച്ചുകൊണ്ട് അഹങ്കരിക്കുന്ന അവസ്ഥയാണിത്. ഈ നാടിനെ കടക്കണിയിലാക്കിയത് ആരാണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. കണക്കുകളിലെ ഈ കൺകെട്ടുവിദ്യകൾ ഓരോന്നായി മുഖ്യമന്ത്രി നിയമസഭയിൽ പൊളിച്ചടുക്കിയപ്പോൾ പറയാൻ മറുപടി പോലുമില്ലാതെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒന്ന് ഒച്ച വെക്കുവാൻ പോലും ആർക്കും ധൈര്യമുണ്ടായില്ല. കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കും അപ്പുറം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യം കൃത്യമായ ഫയലുകളുടെ പിൻബലത്തോടെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നിടാൻ വി ഡി സതീശൻ കാണിച്ച ആ ആർജവം സഭയിലെ മറ്റൊരു രോമാഞ്ച നിമിഷം തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന മുഖ്യമന്ത്രി ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. ആ കസേരയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും അതിനുശേഷവും നടന്ന തിരഞ്ഞെടുപ്പ് ഗോദയിലും വി ഡി സതീശൻ നടത്തിയ പ്രകടനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ സമ്പൂർണ്ണ അധ്യായങ്ങളാണ്. അന്ന് ഭരണപക്ഷത്തിന്റെ വലിയൊരു പടയോട് പോരാടിയാണ് അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ റിയൽ ഹീറോ എന്ന പരിവേഷം നേടിയെടുത്തത്. സാധാരണ രാഷ്ട്രീയ പ്രസംഗങ്ങൾ പോലെ വെറും ചെളിവാരിയെറിയലല്ല അദ്ദേഹം നടത്തിയത്. മുൻ സർക്കാരിന്റെ കാലത്തെ പിൻവാതിൽ നിയമനങ്ങളും സ്പ്രിംഗ്ലർ വിവാദങ്ങളും ആഴക്കടൽ മത്സ്യബന്ധന കരാറുകളുമെല്ലാം ഫയലുകൾ സഹിതം ജനകീയ കോടതിയിൽ അദ്ദേഹം തുറന്നുകാട്ടി. അന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി വി ഡി സതീശൻ മൈക്കിലൂടെ സിനിമാ സ്റ്റൈലിൽ വിളിച്ചു പറഞ്ഞ വാചകമുണ്ട്: അധികാരത്തിന്റെ തണലിൽ ആരും അറിയില്ല എന്ന് കരുതി ഒപ്പിട്ട ഓരോ രഹസ്യ കരാറുകളുടെയും കോപ്പികൾ എന്റെ പക്കലുണ്ട്.
ഇത് വി ഡി സതീശന്റെ വെറും രാഷ്ട്രീയ ആരോപണമല്ല, ജനങ്ങളുടെ നെഞ്ചിൽ തൊട്ടുള്ള സത്യങ്ങളാണ്. ഈ ഫയലുകൾ ജനങ്ങൾക്ക് മുൻപിൽ വെച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യമുണ്ടെങ്കിൽ വരണം. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ കൺകെട്ട് വിദ്യകൾക്ക് തെരഞ്ഞെടുപ്പോടെ തന്നെ ജനങ്ങൾ അറുതി വരുത്തും. അന്ന് ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ കേരളത്തിലെ വോട്ടർമാർ ഉറപ്പിച്ചിരുന്നു വരാൻ പോകുന്നത് ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഒരു നായകനാണെന്ന്. സഭയ്ക്കുള്ളിൽ ഭരണപക്ഷത്തെ പ്രമുഖരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ കൃത്യമായ ഹോംവർക്ക് ചെയ്തവെന്ന് അദ്ദേഹം നടത്തിയ പ്രത്യാക്രമണങ്ങളാണ് അന്ന് പ്രതിപക്ഷത്തിന് നൽകിയ ഊർജം. നിയമസഭ എന്നത് ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനുള്ള ഏറ്റവും മികച്ച വേദിയാണ്. അവിടെ ശരിയായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ രാഷ്ട്രീയ പരാജയമായിരിക്കും നേരിടേണ്ടി വരിക. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സഭയിൽ നമ്മൾ കാണുന്നതും അതുതന്നെയാണ്. ഭരണപക്ഷത്ത് പുതിയ MLA-മാർ ഉൾപ്പെടെ മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തുമ്പോൾ പ്രതിപക്ഷം സഭയിൽ അക്ഷരാർത്ഥത്തിൽ നിശബ്ദരാവുകയാണ്, നിഷ്പ്രഭരാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർ തങ്ങളുടെ ഡിബേറ്റിംഗ് സ്കിൽ കൊണ്ട് മുൻപ് പ്രതിപക്ഷത്തെത്തിയപ്പോൾ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയ അതേ നാണയത്തിൽ ഇന്നത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയും നിസ്സഹായരാക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നിയമസഭയിൽ നിന്നും കാണാൻ കഴിയുന്നത്. എതിരാളികൾ സൈബർ ലോകത്തും പുറത്തും വ്യക്തിപരമായി വേട്ടയാടാൻ നോക്കിയപ്പോഴൊക്കെ പതറാതെ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം അതിനെയെല്ലാം നേരിട്ടു. നിങ്ങൾ എന്നെ എത്രത്തോളം വ്യക്തിഹത്യ ചെയ്യുന്നുവോ അത്രത്തോളം കൂടുതൽ ശക്തമായി ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വിളിച്ചു പറയുമെന്ന അദ്ദേഹത്തിന്റെ നിലപാടാണ് ജനങ്ങളെ അദ്ദേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ആ തെരഞ്ഞെടുപ്പ് പോരാട്ട വീര്യത്തിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് നമ്മൾ മുഖ്യമന്ത്രിയുടെ കസേരയിലും കാണുന്നത്.